സിനിമയ്ക്കപ്പുറം തനിക്ക് ഇഷ്ടങ്ങൾ ഏറെയുണ്ടെന്ന് കിങ് ഖാൻ. കുടുംബം, കുട്ടികൾ, വീട്, പിന്നെ IPL ഇവയൊക്കെയും ഇഷ്ടങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സിനിമയുടെ തിരക്കിലും ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ടാണ് കുട്ടികൾക്കായി കിഡ്സാനിയെയും സിനിമയ്ക്കായി റെഡ് ചില്ലീസും ക്രിക്കറ്റിനായി IPL ഫ്രാഞ്ചൈസിയും പിന്നെ വീടിനോടുള്ള ഇഷ്ടം ദുബൈയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കും തന്നെ ആകർഷിച്ചതെന്ന് ഖാൻ പറഞ്ഞു. All the ancillaries and all the other jobs that I do apart from filmmaking have to happen at the time when I'm not making films. റോയൽ എസ്റ്റേറ്റ് അപ്പാർട്ട്മെന്റ്സിന്റെ ബ്രാൻഡ് അംബാസഡറായാണ് ഷാരൂഖ് ദുബൈയിലെത്തിയത്. പദ്ധതിയുടെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ഭാര്യ ഗൗരി ഖാനും കൂടെയുണ്ടായിരുന്നു. പാം ജുമൈറയിലെ വില്ലയും റാസൽ ഖൈമയിലെ SRK ബൊലേവാർഡും സ്വന്തമാക്കിയിരുന്നെങ്കിലും 2008 സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ദുബൈ പ്രോപ്പർട്ടി മേഖലയിൽ നിന്നും കിങ് ഖാൻ പിന്തിരിഞ്ഞിരുന്നു. SRK ബൊലേവാർഡ് നവീകരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചതായും ഷാരൂഖ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുബൈ ഇൻവെസ്റ്റ്മെന്റ് പാർക്കിൽ ഒരുങ്ങുന്ന 230 കോടി ദിർഹമിന്റെ റോയൽ എസ്റ്റേറ്റ് പദ്ധതിയിൽ നിക്ഷേപമുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്നും കിങ് ഖാൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി. Let's just go on the reputation of being the second richest actor and just splurge money and we'll see where God takes us. എക്സ്പോ 2020 വേദിയാകുന്ന ദുബൈയിൽ നിക്ഷേപമിറക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ സമയമാണിതെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും ഷാരൂഖ് കൂട്ടിച്ചേർത്തു. റോയൽ എസ്റ്റേറ്റ് സാരഥികളും പത്രസമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദുബൈ.